തമിഴ്നാട് സർക്കാരിന്റെ ബജറ്റ് ആയിരുന്നല്ലോ അല്ലെ. അപ്പൊ ഈ ബജറ്റിൽ വന്ന ഒരു നിർദ്ദേശം മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ബജറ്റിലെ പ്രഖ്യാപനം. അപ്പോൾ ഈ പ്രഖ്യാപനത്തിൽ കേരളം വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. വേണമെങ്കിൽ ഒരു നിയമ നടപടിയിലേക്ക് പോകാൻ പോലും തയ്യാറാണെന്ന് ഇന്നലെ തന്നെ മോൻസ് ജോസഫ് അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പം ഇന്ന് അദ്ദേഹത്തിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്കാണ് പോകുന്നത്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്താൻ സത്യത്തിൽ തമിഴ്നാട് സർക്കാരിന് അധികാരമില്ലെന്നാണ് ജലവിഭവ വകുപ്പ് മന്ത്രിയായ മോൻസ് ജോസഫ് പറയുന്നത്. 142 അടി നിലനിർത്തുന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തല ചർച്ചയ്ക്ക് സംസ്ഥാന സർക്കാർ ശ്രമം നടത്തും. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണം എന്നൊരു നിലപാടിൽ മാറ്റമില്ല എന്ന് മോൻസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. ഈ 142 അടിയിൽ നിജപ്പെടുത്തിയിരിക്കുന്ന മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് അത് കേരളത്തിന്റെ കൂടി താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്ന ഒരു നിലപാടാണ്. അതിന് മാറ്റം വരുത്താൻ ഇപ്പോൾ കേരളത്തിനോ തമിഴ്നാടിനോ അവകാശമില്ല. നമ്മുടെ സംസ്ഥാനത്തിന്റെ നിലപാട് വ്യക്തമാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്ന് തന്നെയാണ് കേരളത്തിന്റെ ആവശ്യം. തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കുന്നതിനും കേരള ജനതയ്ക്ക് സുരക്ഷ ഏർപ്പെടുത്താനും കഴിയുന്ന വിധത്തിൽ മുല്ലപ്പെരിയാർ പ്രശ്നം അഭിപ്രായ സമന്വയത്തോടെ പരിഹരിക്കണം. ഏതായാലും നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഒരു അഭിപ്രായ സമന്വയത്തിന് വേണ്ടി തമിഴ്നാട് സർക്കാരുമായി തമിഴ്നാട് മുഖ്യമന്ത്രിയുമായും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ എന്നതിനെക്കുറിച്ച് കേരളം പരിശോധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇപ്പൊ നിലവിലുള്ള കരാറുകളും അതേ വിധികളും ട്രൈബ്യൂണലിന്റെ വിധികളും ഒക്കെയും പരിഗണിച്ചുകൊണ്ട് ജലനിരപ്പ് ഉയർത്തും എന്നുള്ളതായിരുന്നു ഇന്നലത്തെ ബജറ്റ് പ്രഖ്യാപനം. അപ്പൊ ഇതിൽ കേരളം നമ്മുടെ ആശങ്കകളൊക്കെ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെ ഇന്നലെ തന്നെ മോൻസ് ജോസഫ് അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി ഒരു അടിയന്തര യോഗം ചേരുകയും കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയും അതുമാത്രമല്ല മുഖ്യമന്ത്രി നേരിൽ കണ്ട് ഈ വിഷയം സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പം കേരളത്തിന്റെ ഭാഗത്തു നിന്ന് ചർച്ചകൾക്ക് ശ്രമിക്കുന്നുണ്ട്. അതിനോടുള്ള തമിഴ്നാട് സർക്കാരിന്റെ നിലപാട് വേണം ഇനി അറിയേണ്ടത്. മുല്ലപ്പെരിയാർ വിഷയം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രണ്ട് സംസ്ഥാനങ്ങളുടെയും സുരക്ഷയുമായിട്ട് കൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണല്ലേ.